ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ കേൾക്കുന്നു. ഞാനും എല്ലാവരെയും പോലെ എന്താണ് സത്യാവസ്ഥ എന്നറിയാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. യെസ്, എനിക്ക് ഈ പറയുന്ന പോലെ ലൈംഗിക അതിക്രമങ്ങൾ അങ്ങനത്തെ ഒന്നും എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടില്ല. പക്ഷേ അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുറത്ത് വരുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരും പോലെ, എല്ലാ സാധാരണ പ്രേക്ഷകരും കാത്തിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ സിനിമാ ലോകത്തുള്ള എല്ലാവരും അറിയണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ അതിൻ്റെ സത്യാവസ്ഥ മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ്. എനിക്ക് പേഴ്സണലി എന്താ പറയുക, ചില ദുരനുഭവങ്ങളെന്ന് പറയാനായിട്ടുള്ളത്, പറഞ്ഞൊരു വേതനം ഉറപ്പിച്ചിട്ടായിരിക്കും നമ്മൾ സിനിമയിലകത്ത് കയറുന്നുണ്ടാവുക. അപ്പം നമുക്ക് പലപ്പോഴും കോൺട്രാക്റ്റ് ഇല്ലാതെ സിനിമ ചെയ്യേണ്ടി വരിക. പിന്നെ അതുപോലെ പറഞ്ഞ തുക അഡ്വാൻസ് ഒക്കെ സിനിമ തുടങ്ങിയതിന് ശേഷമായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മളത് ചോദ്യം ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് പൈസ കിട്ടാത്തത്, എന്താണ് നമുക്ക് പറഞ്ഞ എമൗണ്ട്, നമ്മൾ കൂടുതലൊന്നുമല്ല ചോദിക്കുന്നത്, പറഞ്ഞ എമൗണ്ട് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇന്നാളുടെ സിനിമയാണ്, എല്ലാവരും സഹകരണം ഇൻ ദ സെൻസ് മറ്റേ സഹകരണമല്ല, പൈസയുടെ കാര്യത്തിലെല്ലാം ആണെങ്കിലും എല്ലാവരും ഇന്ന ആളുടെ ഡയറക്ടറിൻ്റെ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വരുന്നത് എന്നൊക്കെ പറയാം. അപ്പം അവിടെ നമ്മുടെ ഉള്ളിൽ വിഷമങ്ങളുണ്ടാകും. അപ്പം നമ്മൾ ചോദിക്കുന്നത് ശരിയാണോ, അല്ലേ, അപ്പം ഇങ്ങനെയാണോ സിനിമ, ഞാൻ പുതിയൊരാളാണ്, അപ്പം ഇങ്ങനെയാണ് സിനിമ എന്നാണ് അവർ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരുമ്പം പലരും ഇങ്ങനത്തെ ദുരനുഭവങ്ങളുണ്ടെന്ന് പറയുമ്പോഴാണ് ഓക്കെ നമ്മളും ആ ഇൻജസ്റ്റിസിന് കീഴിലായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് അപ്പോഴാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പം നമുക്കിപ്പം ഒരു സിനിമയിൽ കയറുമ്പോൾ ഇനി അങ്ങനെ വരുമ്പോഴത്തേക്കിനും സൗണ്ട് റേസ് ചെയ്യാനുള്ളൊരു സ്പേസാണ് കിട്ടുന്നത്. നമ്മൾ ചെയ്യുന്നതിൽ തെറ്റില്ല, നമ്മൾ ചോദിക്കുന്നതിൽ തെറ്റില്ല. അതിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുവാണെങ്കിൽ ഇപ്പം പറയാനും നമുക്കത് ഷെയർ ചെയ്യാനും ഒരു കൂട്ടം ആൾക്കാർ കൂടെയുണ്ട് എന്നുള്ളൊരു ഫീലാണ് കിട്ടുന്നത്. പവർ ഗ്രൂപ്പ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, പക്ഷെ ഒരു ഡോമിനേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി ഒരു എന്താ പറയുക, ഇന്ന ഡയറക്ടർ അല്ലെങ്കിൽ ഇന്ന ആക്ടർ, ആ ഒരു ഡോമിനേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. എനിക്ക് പേരുകളൊന്നും പറയാനോ ഒന്നിനും താല്പര്യമൊന്നുമില്ല, പക്ഷെ ആ ഡോമിനേഷൻ ഇറ്റ്സ് ദർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് തോന്നിയത്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്കുണ്ടായൊരു ദുരനുഭവം എന്നും പറയാൻ പറ്റില്ല, ഇറ്റ്സ് ലൈക്ക് ഒരു ഇൻജസ്റ്റിസ്. അത് ചോദ്യം ചെയ്തപ്പം എനിക്ക് തിരിച്ച് വന്ന അവർ ചോദിച്ച ചോദ്യം ഇതാണ്: വിൻസി സിനിമയിൽ വന്നിട്ട് വെറും 5 വർഷമായിട്ടുള്ളൂ, സിനിമ എന്താണെന്ന് വിൻസിക്ക് അറിയത്തില്ല, അത് ഇനിയും പഠിക്കാനിരിക്കുന്നേ ഉള്ളൂ. സോ ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, സിസ്റ്റം ഈസ് ലൈക്ക് ദിസ് എന്നുള്ളൊരു ഫീലിംഗാണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പം കുറച്ചൊക്കെ ചോദ്യം ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഇവരൊക്കെ കൂടി തരുന്നുണ്ട്, അതിൽ പോകുന്നു. ഇനി അറിയത്തില്ല, പുറത്ത് വരണം. ഞാൻ എന്താ പറയുക, ഇപ്പം അമ്മ സംഘടന ഭയങ്കര ഇതിലാണ്, ഞാൻ അമ്മയിലും ഒരു സംഘടനയിലും ഇല്ല, എല്ലാം പുറത്ത് വരട്ടെ. അതുപോലെ എനിക്ക് ഫേസ് ചെയ്ത വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, ചോദ്യം ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ ഈഗോ ഹേർട്ടാവുന്ന പല ഏരിയാസ് ഉണ്ട്. നമ്മൾ നമ്മുടെ റൈറ്റ്സ് ചോദിച്ച് വാങ്ങുമ്പം ഈഗോ ഹേർട്ടാവുന്നു. ഈഗോ ഹേർട്ടായി പല കഥകളാണ് പിന്നെ നമ്മളെ പറ്റി പറയുന്നത്, അതിലൂടെ സിനിമകൾ ഇല്ലാതെ ആവുന്നുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ മറികടക്കും. പക്ഷേ ഇപ്പം ഫോർച്ചുനേറ്റ്ലി ഞാൻ മൂവി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, നവംബറിൽ അത് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. സോ ഇപ്പോൾ പാർവതി ചേച്ചിയൊക്കെ പറഞ്ഞത്, ഇപ്പോൾ എനിക്ക് ഓരോ ഇതിലും പറഞ്ഞത്, ഭയങ്കര ഇൻസ്പിറേഷനാണ് പുള്ളിക്കാരത്തി. പറയുന്നുണ്ട്, നമുക്ക് എന്തൊക്കെ നിഷേധിക്കപ്പെട്ടാലും നമ്മളുടെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ അവസരങ്ങൾ ഇനിയും വരും, നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇനി സിനിമ നഷ്ടപ്പെടുവാണെങ്കിൽ തന്നെ ജീവിതം എന്ന് പറഞ്ഞൊരു സാധനം ബാക്കിയുണ്ട്, അത് ഞാൻ മര്യാദയ്ക്ക് ജീവിക്കും. മേ ബി ഇതും കൂടി അഫക്റ്റഡ് ആയിക്കൊണ്ടായിരിക്കും. കാരണം പല സ്ഥലത്തുനിന്നും പലതും ഞാൻ കേൾക്കുന്നുണ്ട്, എന്നെപ്പറ്റി തന്നെ ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്കതിന് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഇന്നത് കേൾക്കുമ്പം, എന്തെങ്കിലും നെഗറ്റീവ് എന്നെ പറ്റി കേൾക്കുമ്പം ഞാൻ ചോദിക്കുന്നവരോടൊക്കെ ഞാൻ എൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇനിയും ചോദ്യങ്ങൾ വരികയാണെങ്കിൽ എൻ്റെ കയ്യിൽ എല്ലാത്തിനുള്ള തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. സോ ഐ എം റെഡി ടു ഫേസ് ഇറ്റ്. അതിന് സത്യാവസ്ഥ എന്താണെന്ന് ഞാനും ബോധ്യപ്പെട്ടാലേ എനിക്ക് അതിനെ പറ്റി കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സത്യം എന്തെന്നറിയാതെ ഓക്കെ മുകേഷ് ചേട്ടനായാലും ഇപ്പോൾ സിദ്ദിഖിക്ക ഇവരൊക്കെ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് പറയാനും പറ്റില്ല. അതേപോലെ തന്നെ ഈ ഇരകൾ എന്ന് പറയുന്നവർ, അവരത് ആ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ ഇവർ വ്യാജമാണ് പറയുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സത്യം എന്താണോ അത് തെളിയിക്കപ്പെടട്ടെ. എന്ന് തെറ്റ് ആരുടെ ഭാഗത്താണോ ഉള്ളത് അത് മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും സിനിമാക്കാർക്കും ബോധ്യപ്പെടണം. അതിനെ ആവർത്തിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. താങ്ക് യു. ആക്ച്വലി സിനിമാ മേഖലയെ തകർക്കുന്നു എന്ന് പറയില്ല. സിനിമാ മേഖല ഇപ്പം ഭയങ്കര ഒരു
ഡ്രോബാക്കിലാണ്. കാരണം മലയാള സിനിമയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റാർസിനെ പറ്റിയിട്ടൊക്കെയാണ് കുറേ അലിഗേഷൻസ് ഉള്ളത്. അപ്പം ഒരു ചീത്തപ്പേര് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വന്ന് കിടക്കുവാണ്. അപ്പോൾ പക്ഷേ ഇത് പുറത്ത് വരേണ്ടത് തന്നെയാണ്. എന്തൊക്കെയാണോ ഇനി വ്യാജ പ്രചരണം നടത്തിയിട്ടാണോ അതോ ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ടോ അത് പുറത്ത് തന്നെ വരണം. ഉള്ള കളകൾ എടുത്തു മാറ്റണം. എല്ലാവരെയും സംശയത്തിന് നിലനിർത്തുന്ന ഒരു സാഹചര്യം. അതെ 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 എനിക്കും അറിയില്ല, സത്യം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അപ്പം തെളിയട്ടെ. സർക്കാർ ഏത് തരത്തിലാണ് ഒരു ആക്റ്റീവായി പ്രവർത്തിക്കുന്നത്? സർക്കാരിൻ്റെ ഭാഗത്തും സിനിമാ മേഖലയിലും എല്ലായിടത്തും പൊതുസമൂഹവും മീഡിയയും എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിക്കണം.